ഹായ് കൂട്ടുകാരെ, മഴ പതിപോലെ തന്നെ കൃത്യസമയത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന നേരം നോക്കി കൃത്യമായിട്ട് വന്ന് തകർത്ത് പെയ്തോളും. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ? നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലത്തെ മഴയ്ക്കൊക്കെ ശേഷം വെയിലൊന്ന് തെളിഞ്ഞു. ആ തെളിഞ്ഞ തെളിച്ചത്തിന് എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോകണം, ബാങ്കിൽ പോകണം, അങ്ങനെ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇറങ്ങിയതാണ്. രണ്ടിടത്തും പൈസ അടയ്ക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിലെ പൊന്നൂൻ്റെ സുകന്യ സമൃദ്ധി അക്കൗണ്ടാണ്, അതിൽ പൈസ ഇടണം. പിന്നെ ഇസാഫിൽ കുറച്ച് പൈസ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെയിൽ തെളിഞ്ഞപ്പോൾ പോകാമെന്ന് കരുതി ഇറങ്ങിയേ. പിന്നെ ഇന്നത്തെ വീഡിയോ ബാങ്കിൽ പോക്കും പോസ്റ്റ് ഓഫീസിൽ പോക്കും നടന്നു. പിന്നെ ഒരു പോക്ക് പോയി, ലാസ്റ്റ് പട്ടി ചന്തയ്ക്ക് പോയ പോലെയായി. രസമായിരുന്നു, ലാസ്റ്റ് പോകണ്ടെന്ന് വരെ തോന്നി. അത് ഞാൻ വഴിയെ കാണിച്ചു തരാവേ. ഇപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ അടയ്ക്കാം. അങ്ങനെ ഇതാ പോസ്റ്റ് ഓഫീസിലെത്തി. നമുക്ക് പോയി പൈസ അടയ്ക്കണം. പിന്നെ ഒരു ടെക്സ്റ്റ് നമുക്ക് സ്പീഡ് പോസ്റ്റിൽ അയക്കാനും ഉണ്ട്, രണ്ടും കൂടി ചെയ്യാം. അങ്ങനെ ഇതാ നമുക്ക് അക്കൗണ്ടിലിടാനുള്ള ചെല്ലാനൊക്കെ നമ്മൾ പൈസയൊക്കെ എഴുതി പൂരിപ്പിച്ചു. ഇനി ഇത് പോസ്റ്റ് ചെയ്യാൻ വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും റോട്ടിൽ വന്നു. ഇനി നമുക്ക് ബാങ്കിൽ പോകണം. ബാങ്ക് ഇതിനപ്പുറത്താണേ. അങ്ങനെ വണ്ടി നമ്മളിവിടെ സൈഡാക്കി വെച്ചിട്ട് ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക്. അങ്ങനെ ഇതാ നമുക്ക് ഇസാഫിൽ പോയിട്ട് വരാം. അവിടെയും കുറച്ച് പൈസ ഇടണം. അങ്ങനെ ഞാൻ ദാ ഇസാഫിലോട്ട് ചെന്നു. അവിടെയും നമ്മൾ പൂരിപ്പിച്ചൊക്കെ കൊടുത്ത് പൈസ അടച്ച് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഒരു സ്ഥലം വരെ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോഴാണ് ആ വരുന്ന ഒരു ബസ് കണ്ടതേ. അതിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം കേട്ടോ. ഒരു കുട്ടി ബസ്സേ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ട് കുറച്ച് നേരം അതിനിട്ട് നോക്കി നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൈസയൊക്കെ അടച്ചു. വരുന്ന ബസ് തമിഴ്നാടിൻ്റെ ബസ്സാണ് കേട്ടോ. തമിഴിലും മലയാളത്തിലും ഒക്കെ അതിൽ എഴുത്തുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ഒരു KSRTC ബസ് വന്നപ്പം നമ്മൾ അതിൽ കയറി. എങ്ങോട്ടാണെന്നല്ലേ, ചാലക്കുടി വരെ പോവാം. വെറുതെ ഇരുന്ന് ബസ്സിൽ കയറി ചാലക്കുടി ചന്ത കാണാൻ പോവാണ് കേട്ടോ. ചാലക്കുടി ചന്തയ്ക്ക് പോവാം. ചന്ദനച്ചോപ്പുള്ള പെണ്ണിനെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. മഴയൊന്നൊക്കെ മാറി നിൽക്കുന്നു, വെയിലാണ്, നീലാകാശവും നല്ല പഞ്ഞിക്കെട്ട് മേഘങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാണോ ഈ കാലാവസ്ഥ മാറുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ്. ഇവിടെ എല്ലാം ഹൈവേയുടെ അണ്ടർപാസ് പണിയുന്നതുകൊണ്ടേ വഴി നല്ല ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ ചാലക്കുടി ചന്തയിലെത്തി. പോയത് പോർക്ക് മേടിക്കാനായിരുന്നു. പക്ഷേ ചെന്നപ്പം അവിടെ പോർക്കിൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ചന്തക്കൂടെ അയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് വിശന്ന് കണ്ണ് കാണാൻ പറ്റാണ്ട് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു ഗൈസ്. ജീവിതത്തിൽ ഞാൻ ബിരിയാണി കഴിക്കില്ല, അതുപോലൊരു ഹോട്ടൽ. എൻ്റെ ദൈവമേ, അവിടെ വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പം ആ ചേച്ചി ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നു. അതിനാണെങ്കിൽ മഴവെള്ളത്തിൻ്റെ ടേസ്റ്റ്. ദൈവമേ, കയറിയും പോയി, വിശന്നിട്ടും പാടില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ച് തീർത്ത് അവിടെ നിന്ന് പോന്നു. പിന്നെ പോയതുകൊണ്ടൊരു ഗുണമുണ്ടായി ഗൈസ്, ഒരു മൺചട്ടി വാങ്ങി. ഇത് നമ്മുടെ പുതുക്കാട് പള്ളിയാണ് കേട്ടോ. നിലവിൽ പോയ കാര്യം നടന്നില്ല. അവിടെ നിന്ന് ഒരു ചട്ടി മാത്രം വാങ്ങാൻ പറ്റി. പിന്നെ വന്ന വഴിക്ക് എൻ്റെ ചിരവയുടെ പല്ലൊടിഞ്ഞുമായിരുന്നു. അങ്ങനെ ഒരു ചിരവ പല്ലും വാങ്ങി. പിന്നെ അവിടെ നിന്ന് കഴിച്ച ബിരിയാണിയുടെ ഹാങ് ഓവർ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. പിന്നെ ഞാനൊരു ഉപ്പ് സോഡ പറഞ്ഞു. ഒരു ഉപ്പ് സോഡ മാത്രം മതിയായിരുന്നു എനിക്ക്. വേറെ ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബിരിയാണിയുടെയും ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്കിങ്ങനെ
മനസ്സിലിങ്ങനെ തീട്ടി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഉപ്പ് സോഡയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പം അന്തരീക്ഷം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ അന്തരീക്ഷം കണ്ടോ? ഇപ്പം പെയ്യും എന്നുള്ള രീതിക്കാണ് അന്തരീക്ഷം നിൽക്കുന്നത്. കറുത്ത് ഇരുണ്ട് മൂടി രാത്രി ആയ പോലെ ആയി കേട്ടോ. ഇങ്ങനെ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പാറു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നോട്ട് പാറുവിന് ട്യൂഷൻ എടുക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് പാറു ട്യൂഷൻ എടുക്കാൻ വരും, ട്യൂഷൻ പഠിക്കാൻ വരും. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.